മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് വിഷുവായിട്ട് കുറേയേറെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബസൂക്കയുടെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി പോസ്റ്ററാണ് ഇറങ്ങിയിരിക്കുന്നത്. മമ്മൂക്ക് ഒരു സ്റ്റൈലിഷ് ലുക്കിലുള്ള ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. എന്തായാലും പോസ്റ്റർ കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും ഈ സിനിമ നല്ല നിറഞ്ഞ സദസ്സിന്റെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് പുറത്തിറങ്ങിയത് ബേബി ഗേൾ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അരുൺ വർമ്മയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. നമ്മുടെ ഗരുഡൻ പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അപ്പം ഇതിൽ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് കുഞ്ചാക്കോബനെയായിരുന്നു. ഇപ്പം ഒന്ന് കാസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിവിൻ പോളിയാണ് ഈ കഥയിലേക്ക് ഇപ്പോൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു സിനിമയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കുഞ്ചാക്കോവൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ വേറെ ലെവലാണ്. അപ്പം പുള്ളിക്കാരൻ ആദ്യം സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഡേറ്റ് ഇഷ്യൂൻ്റെ ഒക്കെ കാരണം കൊണ്ടൊക്കെയാണ് ഈ സിനിമയിൽ നിന്ന് പിന്മാറിയത്. അപ്പം എന്തായാലും നിവിൻ പോളിക്ക് ഒരു കംബാക്ക് എല്ലാവരും പ്രതീക്ഷിക്കുന്ന സമയമാണ്. എന്തായാലും ഇത് നല്ലൊരു ചിത്രം തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നിവിൻ പോളിയുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. അടുത്തതായിട്ടും പുറത്ത് വന്നിരിക്കുന്നത് ഒരു നിവിൻ പോളി ചിത്രം തന്നെയാണ്. ഡോൾബി ദിനേശൻ എന്നാണ് ആ സിനിമയുടെ പേര് വരുന്നത്. തമറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിൽ നിവിൻ പോളി ആണെങ്കിൽ ഒരു നാട്ടുമ്പുറത്തെ ഒരു ഓട്ടോക്കാരനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും കാണാനൊരു രസമുള്ളൊരു സംഭവമാണ്. എന്തായാലും സിനിമ ഏത് രീതിക്കത്തെയാണെന്ന് നമുക്കൊരു പോസ്റ്റർ കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല. എന്തായാലും പോസ്റ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു പോസ്റ്ററാണ്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്കിനി പ്രതീക്ഷിക്കാം. എന്തായാലും നിവിൻ പോളി ഒരു ഓട്ടോക്കാരനായിട്ട് എനിക്കൊന്നും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആ ഒരു ഇതിൽ വരുന്നത്. കുറേ നാളായി പുള്ളിക്കാരനെ ഇത്രയും ചെറിയൊരു റോള് നമ്മൾ കണ്ടിട്ട്. എന്തായാലും ഇത് നല്ല സിനിമയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഇവിടുത്തെ വിഷു പോലെ തന്നെ തമിഴ്നാട്ടിൽ ഇന്ന് ന്യൂ ഇയർ ആയിരുന്നു. അപ്പം തമിഴ്നാട്ടിലും കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് നോക്കാം. ധനുഷിൻ്റെതായിട്ട് പുറത്തിറങ്ങുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് കുബേരൻ എന്ന് പറയുന്ന സിനിമ. ഇതിലാണ് വലിയൊരു കാസ്റ്റിംഗ് ഒക്കെയാണ് ഈ സിനിമയിലുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു പോസ്റ്റർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് സിംഗിൾ വരുന്നുണ്ട് ഈ സിനിമയുടെ. നാളെ ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊമോ പുറത്തിറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സോങ് ഇറങ്ങുന്നത് ഏപ്രിൽ 20 ഈ സോങ് വരുന്നത്. എന്തായാലും ഈ സിനിമയ്ക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഒരു ധനുഷിൻ്റെ ഒരു വെറൈറ്റി പടമായിരിക്കും നമുക്ക് എന്തായാലും ഉറപ്പാണ്. പുള്ളിക്കാരൻ്റെയും ഈ അടുത്ത് ചെയ്യുന്ന സിനിമകളൊക്കെ അത്യാവശ്യം നല്ല സിനിമകളാണ് പുള്ളി ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയും കാത്തിരിക്കാം. ശിവകാർത്തികേയൻ്റെ മദ്രാസി എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ആണ് അപ്ഡേറ്റ് ആയിട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. ഒരു പോസ്റ്ററിൻ്റെ കൂടെയാണ് ഇത് പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പോസ്റ്ററാണ്. അപ്പം ഈ ഒരു സിനിമ റിലീസ് ആകുന്നത് ഏകദേശം സെപ്റ്റംബർ 5 ഈ സിനിമ റിലീസ് ആകുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ഓണത്തിൻ്റെ ഒക്കെ ഒരു ടൈമിലാണ് റിലീസ് ആകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഗോട്ട് കഴിഞ്ഞ വർഷം റിലീസായതും സെപ്റ്റംബർ 5 അപ്പം അത് ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ സിനിമയും എല്ലാവരും നോക്കി നല്ല രീതിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. മുരുകദാസാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ മുരുകദാസിൻ്റെ ഈ അടുത്തിറങ്ങിയ സിക്കന്ദർ അത്ര നല്ല രീതിക്കല്ല പൊക്കോണ്ടിരിക്കുന്നത്. എങ്കിലും ഈ സിനിമയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഒരു നല്ലൊരു ആക്ഷൻ ഫിലിം ആയിരിക്കുമെന്നും പറഞ്ഞ് ശിവകാർത്തികേയൻ ഒരു വേദിയിലൊക്കെ പങ്കിട്ടപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റോ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിം ആയിരിക്കും ഈ സിനിമയെന്ന്. എന്തായാലും ഈ സിനിമ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഷു റിലീസായിട്ട് പുറത്ത് വന്ന പോസ്റ്ററും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തമിഴ് ന്യൂ ഇയർ ആയിട്ടും പുറത്ത് വന്ന കുറച്ച് അപ്ഡേറ്റ്സും. എന്തായാലും ഇനിയും വരുന്ന ആ ഒരു മലയാളത്തിലായാലും തമിഴിലായാലും സിനിമകളൊക്കെ അത്യാവശ്യം നല്ല സിനിമകളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ശിവകാർത്തികേയൻ്റെ സിനിമയാണെങ്കിലും 2 പടങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും നല്ല രീതിക്ക് തന്നെ ഏതായാലും നല്ല സിനിമകളൊക്കെ വന്ന് അടിപൊളിയായിട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.